ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ താഴത്തുവഴയിലെ LP വിഭാഗത്തിൻ്റെ വർണ്ണക്കൂടാര ഉദ്ഘാടനമാണ്. അപ്പം രാവിലെ മക്കളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നപ്പോൾ സ്കൂൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാവേ. പോയിട്ട് വന്ന് ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വേണ്ടി വരണേ. അപ്പോൾ നമുക്ക് വന്നിട്ട് PTL ഉള്ള ആളായതുകൊണ്ട് നമ്മൾ PTL ആൾക്കാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. മിക്ക ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബലൂണും റിബണും ഒക്കെ വെച്ച് സ്കൂളൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ബലൂൺ അത്യാവശ്യം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി വീണ്ടും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത് MLA ജയരാജ് സാറാണ്. അപ്പം അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലായിട്ട് ഒരുപാട് ആൾക്കാർ പഞ്ചായത്തിൻ്റെ ബേസിലും ബ്ലോക്ക് തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിലും അങ്ങനെയൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നേ. MLAയും അതുപോലെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന, അതോടുകൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാവേ. 3.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിയിലൂടെ പഠിക്കുക, അവരുടെ ആശയങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏവരുടെ പേരിലും സാറിനെ ഔദ്യോഗികമായിട്ട് നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരം കുട്ടികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജയരാജ് സാറ് അത്യാവശ്യം കുട്ടികളായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു. ഊഞ്ഞാലൊക്കെ ആട്ടി വിടുകയും പിന്നെ വർണ്ണക്കൂടാരം മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു വർണ്ണക്കൂടാരം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഇത്രയും വളരെ മനോഹരമായിട്ട് ഒരുങ്ങി കുട്ടികൾക്ക് വേണ്ടി എല്ലാ മറ്റുള്ള സ്കൂളിലുള്ളതിനെക്കാട്ടിലും ഓരോരോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ പോയി മറ്റുള്ള സ്കൂളിലെ കുട്ടികളെക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിലാണ് അവർ ഇവിടെ സ്കൂളെന്നുള്ള നിലയിൽ മാത്രമല്ല അവർക്ക് കളിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം, അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകാനോട് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ഈ വർണ്ണക്കൂടാരൊക്കെ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മളെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇനിയുള്ള ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വരുന്ന ആൾക്കാർക്കും എല്ലാം യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളിതിനെ കാത്തു സൂക്ഷിച്ച് അതിനെ ഉപയോഗിക്കേണ്ടത് കൂടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയത് നമ്മുടെ സുജി ടീച്ചറിനെ പറയാതിരിക്കുന്നത്. സുജി ടീച്ചറിൻ്റെ ഒറ്റ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് ഇതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിച്ച് വാങ്ങിച്ച് തന്നതാണ് നമുക്ക്. ടീച്ചർ എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ സ്കൂളിന് വേണ്ടി ഓരോന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ താഴത്തോടെ LP സ്കൂളിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ PTL ഉള്ള ആളാണെങ്കിൽ പോലും അതിനേക്കാളും എല്ലാ രക്ഷകർത്താക്കളോടും രക്ഷകർത്താക്കൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് നമുക്ക് എങ്ങനെ സംസാരിക്കാം അതേപോലെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ടീച്ചേഴ്സാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ അവരോട് സംസാരിക്കാം, നമ്മുടെ ഒരു സഹോദരിമാരോടല്ല നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ പറയാൻ പറ്റുന്നതും ആ രീതിയിൽ എടുക്കുന്ന ടീച്ചേഴ്സുമാണ് നമുക്കുള്ളത്. അതുതന്നെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന വളരെ വിലപ്പെട്ട സമ്മാനങ്ങളാണ്. കുഞ്ഞിലെ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകൾ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. കാരണം 1ാം ക്ലാസ് സ്കൂളിൽ പോയതൊക്കെ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊച്ചിലെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം അതൊക്കെയാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കൊച്ചിലത്തെ കാര്യങ്ങളാണല്ലോ കൂടുതൽ ഓർത്തിരിക്കുന്നത് വലുതാവുമ്പോഴും. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ വർണ്ണശബളമായിട്ട് തന്നെ ഈ വർണ്ണക്കൂടാരം സ്കൂളും കാര്യങ്ങളൊക്കെ നിലനിൽക്കും. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അവരുടെ മനസ്സിൽ കളർഫുള്ളായിരിക്കും ഈ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. വർണ്ണക്കൂടാരം ശരിക്കും കാണാൻ തന്നെ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വർണ്ണക്കൂടാരം മൊത്തത്തിലത് കണ്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിൽ പോകുന്ന പ്രതിനിധികളും കൂടുതൽ ഇതൊരു പാർക്കിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ സ്കൂൾ തന്നെ അലങ്കരിച്ച് സെറ്റാക്കി വെച്ചേക്കുന്നത്, പറയാതിരിക്കാൻ മേല. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളുടെ കുറച്ച് പാട്ടും ഡാൻസും കൂടിയാണ് ഈ പ്രോഗ്രാം അതിൻ്റെ പാക്കിയത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് പോകാവേ.
നമ്മുടെ സ്കൂളിലെ കുഞ്ഞുമക്കളുടെ കുറച്ച് പ്രോഗ്രാമും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വർണ്ണക്കൂടാരം നല്ല അതിമനോഹരമായിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തു. എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഷിജിന ഷാമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.